നമസ്തേ. മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് പ്രദോഷവ്രതം. ശിവശക്തി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ അനുഷ്ഠാനമാണ് ഇത്. പ്രദോഷവ്രതം തികഞ്ഞ ഭക്തിയോടെ നോറ്റാൽ സർവപാപവും നശിച്ച് എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയ ശേഷം ശിവപദം പുൽകാം. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. മാസത്തിൽ 2 ത്രയോദശി തിഥികൾ വരും. അതിനാൽ 2 പ്രദോഷവ്രതമുണ്ട്. കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും 2 പ്രദോഷവ്രതവും അനുഷ്ഠിക്കാവുന്നതാണ്. കറുത്തപക്ഷ പ്രദോഷമാണ് പ്രധാനം. പുണ്യക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് പ്രദോഷം. തിങ്കൾ പ്രദോഷവും ശനിപ്രദോഷവും ശ്രേഷ്ഠമാണ്. ഇതിന് ഇരട്ടി ഫലസിദ്ധിയുണ്ട്. പ്രദോഷവ്രതം നോറ്റാൽ ദാരിദ്ര്യ ദുഃഖശമനവും ആരോഗ്യം, പാപമുക്തി, സൽകീർത്തി, വിവാഹലബ്ധി, സന്താന സൗഭാഗ്യം തുടങ്ങിയ ഐശ്വര്യങ്ങളും ലഭിക്കും. മഹാദേവൻ്റെ അനുഗ്രഹത്തിന് ധാരാളം വ്രതങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ലളിതമായി അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് പ്രദോഷം. പ്രദോഷ സന്ധ്യാസമയത്ത് കൈലാസത്തിൽ ആനത്തോലുടുത്ത മഹാദേവൻ മഹാദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുൻപിൽ ആനന്ദനടനം ആടുന്നു എന്നാണ് സങ്കല്പം. ആ പുണ്യവേളയിൽ സരസ്വതീ ദേവി വീണ വായിക്കുന്നു, ബ്രഹ്മാവ് താളം പിടിക്കുന്നു, ദേവേന്ദ്രൻ പുല്ലാങ്കുഴൽ ഊതുന്നു, മഹാലക്ഷ്മി ഗീതം ആലപിക്കുന്നു, മഹാവിഷ്ണു മൃദംഗം വായിക്കുന്നു, നന്ദി നടനമാടുകയും സ്തുതിപാഠകന്മാർ സ്തുതിഗീതം ആലപിക്കുന്നു, ഗന്ധർവ യക്ഷര കിന്നരന്മാർ അപ്സരസുകൾ എല്ലാവരും ഭഗവാനെ സേവിച്ചു നിൽക്കുന്നു. അങ്ങനെ പ്രദോഷസന്ധ്യാ സമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുന്നു. അതിനാൽ ത്രയോദശി തിഥിയിലെ പ്രദോഷസന്ധ്യാവേളയിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്യധികം സന്തോഷവതിയായ പരാശക്തിയുടെയും മറ്റ് ദേവന്മാരുടെയും ദേവിമാരുടെയും കടാക്ഷവും അനുഗ്രഹവും ലഭിക്കുന്നതാണ്. പ്രദോഷവ്രതം ഉപവാസമായിയാണ് അനുഷ്ഠിക്കേണ്ടത്. പ്രദോഷത്തിൻ്റെ തലേന്ന് ഒരിക്കൽ എടുക്കണം. പ്രദോഷ ദിവസം രാവിലെ കുളിച്ച് ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ശിവക്ഷേത്ര ദർശനം നടത്തണം. വൈകുന്നേരം കുളിച്ച് പ്രദോഷപൂജയുള്ള ശിവക്ഷേത്ര ദർശനം നടത്തണം. പ്രദോഷപൂജയിൽ പങ്കെടുത്ത് ഭഗവാന് കരിക്ക് നേദിക്കണം. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കണം. അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ കൂടി ജപിച്ചാൽ അത്യുത്തമമായിരിക്കും. ശിവപഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം, ശിവപുരാണം എന്നിവ പാരായണം ചെയ്യുന്നതും മറ്റ് ശിവസ്തുതികൾ, ഭജനകൾ എന്നിവയും ഭക്തിപൂർവം ചൊല്ലുക. പ്രദോഷപൂജ, ദീപാരാധന ഇവയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും അവിലോ മലരോ പഴമോ കഴിച്ച് പാരണ വിടുക. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറ് വാങ്ങി കഴിക്കാം. മാസം തോറുമുള്ള ഏതെങ്കിലുമൊരു പ്രദോഷം അനുഷ്ഠിച്ചാൽ എല്ലാ ദുരിതങ്ങളും ശമിക്കും.